ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ തച്ചൂസ് കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീനച്ചാർ വീഡിയോ ആട്ടോ. അപ്പോൾ മീനച്ചാറിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കുഞ്ഞിച്ചാളയായിട്ട്. ഇപ്പോൾ കുഞ്ഞിച്ചാളയുടെ സീസണാണ്. അപ്പോൾ കുഞ്ഞിച്ചാളയിൽ എന്താ പറയുക, അത് കഴുകി വൃത്തിയാക്കി വെള്ളം വരാനായിട്ട് വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ ഉപ്പ് ഇവിടെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ചാളയിലേക്ക് ഇത് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ചട്ടിയിലേക്ക് മീൻ ഇട്ടിട്ട് പൊരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഉലുവയും കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പം ഉലുവ ഇട്ടിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേപ്പിലിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന നേരം ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ പച്ചമുളക് ഇഞ്ചി പേസ്റ്റിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ പൊടികൾ ചേർക്കാം. അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴാണ് പൊടികൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാട്ടെ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർക്കം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്വർക്കം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് ഇട്ട് കൊടുക്കാം മീൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ ഇത്തിരി എരിവ് കൂടിയിട്ടോ, പച്ചമുളകിന് നല്ല എരിവുണ്ടേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.